ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ വചനമാണ് ന്യായം വിധിക്കുന്നത് എന്ന് പറഞ്ഞതിനെ കുറിച്ചുമുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒലിവുമലയിൽ വെച്ച് കർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയും അതോടൊപ്പം തന്നെ ലോകാവസാനവും എപ്പോൾ സംഭവിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഉത്തരമാണ് മത്തായി 24 നമുക്ക് കാണാനായിട്ട് പറ്റുക. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. അപ്പൊ എന്താണ് കർത്താവ് എന്റെ വചനം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ദൈവത്തിന്റെ വചനം എന്ന് നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന്. അപ്പൊ നമുക്ക് എന്താണ് ഈ വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ പറയുന്ന വാക്കുകളാണ് നമ്മളെ നിർവചിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളാണ്. അതായത് ഒരാൾ പറയുന്ന വാക്കുകൾ തന്നെയാണ് ആ വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ദൈവത്തിൽ നിന്ന് വരുന്ന വചനം, ആ ദൈവവചനം ഒരേ സമയത്ത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതും അത് ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവവുമാണ്. അപ്പൊ ഇതിനെ വളരെ മനോഹരമായിട്ടാണ് യോഹന്നാൻ അവിടെ 1-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ള വാക്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരേ സമയം വചനം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതും അത് ദൈവത്തെ നിർവചിക്കുന്നതുമായ കാര്യമാണ്. അത് ദൈവം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേ വചനം തന്നെയാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഉൽപ്പത്തി 1-ാം അധ്യായത്തെ യോഹന്നാന്റെ 1-ാം അധ്യായവുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് 1-ാം അധ്യായം ഉൽപ്പത്തിയിൽ പറയുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിന്റെ വചനം തന്നെയാണ് മനുഷ്യനായി, മനുഷ്യരുടെ വെളിച്ചമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച്, മശിഹാ തമ്പുരാനെ കുറിച്ച് കാണാനായിട്ട് പറ്റുന്ന വാക്യം. കൂടാതെ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന് മറ്റുള്ള സുവിശേഷത്തിൽ നിന്നുള്ള വ്യത്യസ്തത എന്തെന്ന് വെച്ചാൽ, മറ്റുള്ള മത്തായി, മർക്കോസ്, ലൂക്കോസ് എല്ലാം കർത്താവിന്റെ വംശാവലി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ ആ ഒരു ജനനത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം കർത്താവിന്റെ ഒരു ദൈവത്വം പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ മശിഹാ തമ്പുരാൻ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാക്യമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് പിതാവായ ദൈവത്തിനെ കുറിച്ചും ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട വചനത്തെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചും കാണുവാനായിട്ട് പറ്റും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ഇവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനവും അതോടൊപ്പം തന്നെ മുകളിലത്തെ വാക്യത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചും 1-ാം അധ്യായം പറയുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ദൈവത്തിന്റെ നാമത്തിന്റെ അർത്ഥത്തെ കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആൽഫാട്ടോ അല്ലെങ്കിൽ ആൽഫയും ഒമേഗയും എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ. അവിടെ ഐ ആം വാട്ട് ഐ ആം, ഞാനാകുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഐ ആം വാട്ട് ഐ വിൽ ബി, ഇങ്ങനെ പല അർത്ഥങ്ങൾ ദൈവത്തിന്റെ നാമത്തിനുള്ളതായിട്ട് നമ്മൾ അവിടെ കണ്ടിരുന്നു. അപ്പം വെളിച്ചം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അവിടെ പറയുന്നത് വചനം ആ വസ്തുവായി മാറുന്നതായിട്ടും, അതായത് ദൈവം തന്നെയാണ് സൃഷ്ടിയായിട്ടും സൃഷ്ടാവായിട്ടും വചനമായിട്ടും നിലനിൽക്കുന്നത് എന്നൊരർത്ഥം കൂടി ഉള്ളതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതായത് ഒരേ സമയം വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരുളി ചെയ്യുന്നതും വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള വചനമായി മാറിയതും വെളിച്ചവുമായി മാറുന്നതും ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ സൃഷ്ടിയും സൃഷ്ടിക്ക് സാമഗ്രിയായതും സൃഷ്ടാവും സൃഷ്ടാവിന്റെ വചനവും എല്ലാം ഒന്നാണെന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി അതിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറയുന്ന വാക്യം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇനി നമുക്ക് പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ യഹോവയുടെ ന്യായപ്രമാണം വഴിയാകുന്നു, യഹോവയുടെ ന്യായപ്രമാണം സത്യമാണ്, യഹോവയുടെ ന്യായപ്രമാണം ജീവൻ നൽകുന്നു എന്നിങ്ങനെയുള്ള വാക്യങ്ങളും കാണാനായിട്ട് പറ്റും. അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം തന്നെയാണ് മനുഷ്യനായിട്ട് വന്നത്, അത് തന്നെയാണ് മശിഹാ തമ്പുരാൻ എന്ന് നമുക്ക് പഴയ നിയമം വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി സങ്കീർത്തനം 119-ന്റെ 1-142 വാക്യം നോക്കിക്കഴിഞ്ഞാൽ
യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അതൊരു വഴിയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായപ്രമാണം സത്യവുമാകുന്നു. അതായത് വഴിയാണ്, സത്യമാണ്. ഇനി അടുത്തത് കൂടി നമുക്ക് നോക്കാം. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു. അതോടൊപ്പം അത് സദൃശവാക്യങ്ങളിൽ പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ലേവ്യ പുസ്തകം വായിച്ചാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്, നിങ്ങൾ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക, അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. അതായത് ദൈവത്തിന്റെ വചനം വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് നമുക്ക് പഴയ നിയമത്തിൽ നോക്കിയാൽ മനസ്സിലാകും. കർത്താവ് തന്നെക്കുറിച്ച് പറയുന്നു, മശിഹാ തമ്പുരാൻ കർത്താവിനെ കുറിച്ച് തന്നെ പറയുന്നത് താൻ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നുള്ള കാര്യമാണ്. യോഹന്നാൻ 12-ാം അധ്യായം 47-48 വാക്യം വായിച്ചാൽ, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. അതായത് പിതാവിൽ നിന്ന് പുറപ്പെട്ട വചനം ഒരു മനുഷ്യരൂപമെടുത്ത് ആ ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടാണ് നമുക്ക് മശിഹാ തമ്പുരാനിൽ കൂടി കിട്ടുന്നത്. അതായത് പിതാവിൽ നിന്ന് പുറപ്പെട്ട വചനം തന്നെയാണ് പുത്രനാവുന്നതും പുത്രനിൽ കൂടി നമ്മൾക്ക് കിട്ടിയ വചനവും എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പിതാവ് പറഞ്ഞതല്ലാതെ യാതൊന്നും തന്നെ സ്വന്തമായിട്ട് പുത്രൻ പറയുന്നില്ല എന്നും മശിഹാ തമ്പുരാൻ പറയുന്നുണ്ട്. നമുക്ക് ഒലിവുമല കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒലിവുമലയെ വിളിച്ച് കർത്താവ് പറഞ്ഞത് മാത്യു 24 പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് പിതാവ് പറഞ്ഞു കൊടുത്ത് പുത്രൻ നമ്മോട് അരുളി ചെയ്തതാണ് ഒലിവുമലയിൽ വെച്ചിട്ട് കർത്താവ് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാലം ഞാൻ അന്വേഷിച്ച് നടന്നു, എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ കാര്യം സംഭവിച്ചില്ല, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് കർത്താവ് ഇത്ര ഉറപ്പായിട്ട് പറഞ്ഞ കാര്യം സംഭവിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ അന്വേഷിച്ചു പോകുമ്പോൾ, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ, അന്വേഷിച്ചു പോകുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആ തലമുറയിൽ തിരിച്ചു വന്നിരുന്നുവെന്നും 1000 വർഷത്തേക്ക് രാജ്യം സ്ഥാപിച്ചിരുന്നു എന്നും നമുക്ക് ചരിത്ര തെളിവിന്റെ അടിസ്ഥാനത്തിലും വചനത്തിന്റെ അടിസ്ഥാനത്തിലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിനും ശേഷം, ഇല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക്, അപ്പം നമുക്ക് ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലം കഴിഞ്ഞ് ഒരു 40 വർഷ സമയത്ത് സർവ്വഭൂതലത്തിലും സുവിശേഷം എത്തുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനുശേഷം തന്റെ പ്രത്യക്ഷത, അതിനുശേഷമാണ് മില്ലിനിയൽ കിങ്ഡം, 1000 ആണ്ടേക്കുള്ള വാഴ്ച, അതിനുശേഷം അല്പകാലം സാത്താനെ അഴിച്ചുവിടുന്നു എന്നുള്ളത് വെളിപ്പാട് 27 വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനും ശേഷമാണ് എറ്റേണൽ കിങ്ഡം, നിത്യമായിട്ടുള്ള രാജ്യം. ഇതിനു മുമ്പ് അതായത് ലിറ്റിൽ സീസണിനും എറ്റേണൽ കിങ്ഡത്തിനും ഇടയ്ക്ക് ഒരു ന്യായവിധിയുണ്ട്. മരിച്ചവർ ആബാലവൃദ്ധം ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പായിട്ട് നിൽക്കണമെന്നാണ് നമുക്ക് വെളിപ്പാട് 20-10 തൊട്ട് 15 വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പം അതായത് കിങ്ഡം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആ തലമുറയിൽ തന്നെ തുടങ്ങി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനും കർത്താവ് തന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ തലമുറയിൽ തന്നെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തലമുറയിൽ തന്നെ ആ ഒരു കർത്താവിന്റെ രാജ്യം വരികയും 1000 ആണ്ട് കർത്താവും ശിഷ്യന്മാരും അതോടൊപ്പം തന്നെ വിശുദ്ധരും ഭൂമി ഭരിക്കുകയും ചെയ്തു. അതിനുശേഷം സാത്താനെ അഴിച്ചുവിട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇതിന്റെ അവസാനം ഒരു ഫൈനൽ ഗോഗുമാഗോഗ് യുദ്ധമാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിപ്പാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വചനം കൈക്കൊള്ളാത്ത എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അതായത് കർത്താവ് സംസാരിച്ച വചനം എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് പുറപ്പെട്ട, അല്ലെങ്കിൽ പിതാവിന്റെ തന്നെ ഒരു ഐഡന്റിറ്റിയാണ്. പിതാവ് തന്നെയാണ് ആ വചനമായിട്ട് നമ്മുടെ ഇടയിൽ നിലകൊള്ളുന്നതും ആ വചനമായിട്ട് മശിഹാ തമ്പുരാൻ നമ്മളെ അറിയിച്ചതും ശിഷ്യന്മാരിൽ കൂടി പ്രവചനങ്ങളായിട്ടും അതോടൊപ്പം തന്നെ പഴയ നിയമത്തിലെ പ്രവചനങ്ങളായിട്ടും ഒക്കെ നമ്മൾക്ക് കിട്ടിയതുമൊക്കെ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ വചനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം തള്ളിക്കളയുന്നവനെ മശിഹായല്ല, മറിച്ച് ദൈവത്തിന്റെ വചനമാണ് ന്യായം വിധിക്കുന്നത്, അല്ലെങ്കിൽ ആ വചനമാണ് സാക്ഷ്യം പറയുന്നത് എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കാണാനായിട്ട് പറ്റും. 1 യോഹന്നാൻ 5:7 വായിച്ചാൽ, For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost. അതായത് 3 പേരുണ്ട് സ്വർഗത്തിൽ സാക്ഷി പറയുന്നവർ. അത് പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. അപ്പം പുത്രൻ എന്നുള്ളത് അതായത് വചനമായിട്ട് തന്നെ നിലനിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പിതാവിന്റെ വചനം നമ്മളെ അറിയിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുവാൻ വേണ്ടി വചനം മനുഷ്യനായി വന്നതുകൊണ്ട് തന്നെ ദ വേർഡ് എന്നാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
യെശയ്യാ പ്രവചനത്തിൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്കും മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതായത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം ആ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്ത് പൂർത്തീകരിച്ചിട്ടാണ് തിരിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുന്നത് എന്ന് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ തലമുറ മാറിപ്പോവുകയില്ല, അല്ലെങ്കിൽ ഇതൊക്കെയും സംഭവിക്കുമ്പോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത്, പിതാവിൽ കൂടി അറിയിച്ചത്, മശിഹാ തമ്പുരാൻ നമ്മളോട് പറഞ്ഞത് തീർച്ചയായിട്ടും ആ തലമുറയിൽ തന്നെ നിവർത്തിച്ചു, അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. യിരെമ്യാവ് 1-ാം അധ്യായം വായിച്ചാൽ, യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം ദൈവത്തിന്റെ ഐഡന്റിറ്റിയാണ്. അപ്പം അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. പറഞ്ഞ സമയത്ത് തന്നെ ദൈവം അത് നിവർത്തിക്കും. അപ്പം ദൈവത്തിൽ നിന്ന് പറഞ്ഞ വചനം എല്ലാം സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കൂടുതൽ വാക്യം നമുക്ക് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും കണ്ടെത്താനായിട്ട് പറ്റും. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു എന്ന് നമുക്ക് ദൈവവചനത്തെ കുറിച്ച് കാണുവാനായിട്ട് പറ്റും. യെശയ്യാ പ്രവചനത്തിൽ ജാതികളുടെ ദൈവങ്ങളോട് യഹോവയായ ദൈവം പറയുന്നതായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ, നാം വിചാരിച്ച് അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ, അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. അതായത് യഹോവയാം ദൈവത്തിന് മാത്രമാണ് ലോകത്തിന്റെ കൺട്രോൾ എന്നുള്ളത്, മറ്റുള്ള ഒരു ജാതീയ ദൈവങ്ങൾക്കും അല്ല എന്നുള്ളത് നമുക്ക് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ രാജ്യം ആ ഒരു തലമുറയിൽ തന്നെ വരുമെന്നും അതോടൊപ്പം തന്നെ കർത്താവിന്റെ പ്രത്യക്ഷത വളരെ അടുത്തുവെന്നും നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലും സുവിശേഷത്തിലും ഒക്കെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ 2000 വർഷത്തേക്ക് ദൈവം തന്റെ ദൈവരാജ്യ പദ്ധതി മാറ്റിവെച്ചു എന്ന് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കരുത്. കാരണം ദൈവം പറഞ്ഞതാണ്, അല്ലെങ്കിൽ ദൈവം ഉറപ്പായും പറഞ്ഞതാണ് ആ ഒരു തലമുറയിൽ തന്നെ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുമെന്നും തന്റെ വരവുണ്ടാകുമെന്നും എല്ലാമുള്ള കാര്യം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ എന്ന് 2 പത്രോസ് 1:21 പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റോമാലേഖനം 13:11 വായിച്ചു കഴിഞ്ഞാൽ രക്ഷ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അടുത്തെത്തിയിരിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട നാഴിക വന്നിരിക്കുന്നുവെന്നും പൗലോസ് ലീഹ പറയുന്നത് കാണാനായിട്ട് പറ്റും. കർത്താവിന്റെ പ്രത്യക്ഷത അടുത്തു എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും ഒക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ സൗമ്യത സർവ്വ ലോകവും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നുവല്ലോ എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രവചനങ്ങളെല്ലാം തന്നെ ദൈവാത്മ നിയോഗത്താൽ അവർ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെയും ആ തലമുറയിൽ സംഭവിച്ചു. ദൈവം തന്റെ രാജ്യം 1000 വർഷത്തേക്കുള്ള രാജ്യം ആ തലമുറയിൽ തന്നെ സ്ഥാപിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനുശേഷം സാത്താനെ അഴിച്ചുവിട്ട ഒരു കാലത്തിലായതുകൊണ്ടാണ് ഇതൊന്നും സംഭവിച്ചില്ല എന്ന് സാത്താൻ വരുത്തി തീർക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1 കൊരിന്ത്യർ 2:13 വായിച്ചാൽ, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്കും ആത്മീയമായത് തെളിയിക്കുന്നു. കൂടാതെ ഹബക്കൂക്ക് പുസ്തകം വായിച്ചാലും ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. അതായത് ദൈവം നിർണയിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രവചനങ്ങൾ നിവർത്തിയാകും എന്നുള്ളത് നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കാണാനായിട്ട് പറ്റും. ദൈവം നമ്മുടെ ബുദ്ധിയെ തുറന്നാൽ മാത്രമേ തിരുവെഴുത്തുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആകാശത്തെക്കുറിച്ചും ആകാശവിധാനത്തെക്കുറിച്ചും ആകാശത്തിന് മീതെയുള്ള വെള്ളങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വാക്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ മത്തായി 24 കർത്താവ് പറഞ്ഞത് അതുപോലെ സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ സാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട്, എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ, സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അതായത് കർത്താവ് ആ തലമുറയിൽ തന്നെ വന്ന് രാജ്യം സ്ഥാപിക്കുമെന്ന് പറഞ്ഞത് അന്ന് തന്നെ സംഭവിച്ചു, അല്ലെങ്കിൽ ആ തലമുറയിൽ തന്നെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ സാത്താന്റെ അല്പകാലം ആണിപ്പോൾ, അതായത് കിങ്ഡത്തിന് ശേഷമുള്ള സാത്താന്റെ അല്പകാലമാണിപ്പോൾ. ഇനി സംഭവിക്കുവാനുള്ളത് ഒരു ഗോഗുമാഗോഗ് യുദ്ധമാണെന്ന് വെളിപ്പാട് 20ന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വെളിപ്പാട് 20ലേക്ക് വരുമ്പോൾ 1000 ആണ്ട് കഴിയുമ്പോഴും സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും.
അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. നമുക്ക് വെളിപ്പാട് 19 അതോടൊപ്പം തന്നെ എഹെസ്കേൽ 39 വായിച്ചാൽ ഒന്നാമത്തെ ഗോഗ് മാഗോഗ് യുദ്ധത്തെ കുറിച്ചുള്ള കാര്യം കാണാനായിട്ട് പറ്റും. അതായത് AD 70 ദൈവം തന്നെ രാജ്യം സ്ഥാപിച്ച് വിശുദ്ധരെയും കൊണ്ട് ഉത്തരഗിരിയായ സിയോൻ അല്ലെങ്കിൽ വിശുദ്ധ നഗരത്തിലേക്കും വിശുദ്ധ പർവ്വതത്തിലേക്കും വന്നപ്പോൾ ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം ദൈവത്തിനെതിരെ യുദ്ധത്തിന് കൂടി വന്നതാണ് അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് വെളിപ്പാട് 16 വായിച്ചു കഴിഞ്ഞാൽ സർപ്പത്തിൽ നിന്നും അതോടൊപ്പം തന്നെ കള്ളപ്രവാചകനിൽ നിന്നും മൃഗത്തിൽ നിന്നും പുറപ്പെട്ട 3 ദുരാത്മാക്കൾ ചെന്ന് സകല രാജാക്കന്മാരെയും കൂട്ടിവരുത്തി ദൈവത്തിനെതിരെ യുദ്ധത്തിന് കൊണ്ടുപോകുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അപ്പോൾ വെളിപ്പാട് 20 അല്ലെങ്കിൽ ഭൂമിയിലെ സകല രാജാക്കന്മാരും ദൈവത്തിനെതിരായിട്ട് യുദ്ധത്തിന് വരും എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുന്നത്. ഇതാണ് ലാസ്റ്റ് ഗോഗ് മാഗോഗ് യുദ്ധം. അതിനുശേഷം ന്യായവിധിയാണ്. ഓക്കെ, അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് വെളിപ്പാട് 20:9 വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തുതി.